ഓക്കെ, ഇതിൽ ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് സ്പെഷ്യൽ ഡാറ്റാബേസസ് ആണ്. ഇതിൽ പ്രോസൈറ്റ് എന്ന് പറയുന്നത് യു ക്യാൻ സീ ഹിയർ ഇൻ സെക്കൻഡറി ഡാറ്റാബേസ്. അതുകൊണ്ട് നമ്മളിവിടെ അത് മെൻഷൻ ചെയ്യുന്നില്ല. ഓക്കെ, പിന്നെ ഇത് ഓരോന്നും 2 മാർക്കിന് പഠിച്ചാൽ മതി. ഓക്കെ, ഇത് ഓരോന്നും 2 മാർക്കിന് പഠിക്കുക. ഇത് പ്രൈമറി ഡാറ്റാബേസിൻ്റെ പാർട്ടായിട്ട് വരും. ഓക്കെ, അതേസമയം സംടൈംസ് ഇറ്റ് ക്യാൻ ബി എ സെക്കൻഡറി ഡാറ്റാബേസ് ടു. എനിവേ നിങ്ങൾ 5 മാർക്കിൻ്റെ എസ് എഴുതുമ്പോൾ പ്രൈമറി ഡാറ്റാബേസിലെ ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഡാറ്റാബേസും പ്രോട്ടീൻ സീക്വൻസ് ഡാറ്റാബേസും പ്രോമിനൻ്റ് ആയിട്ട് എഴുതുക. അതിനുശേഷം അതർ പ്രൈമറി ഡാറ്റാബേസസ് എന്ന് പറഞ്ഞിട്ട് PD ഇങ്ങനെ 1 ബൈ സ്ട്രക്ചർ, സ്പെഷ്യൽ ഡാറ്റാബേസ് അങ്ങനെയൊന്നും വേറെ ഹെഡിങ് ഒന്നും കൊടുക്കാതെ PDB, NDB, PFAM, പ്രോസൈറ്റ് എഴുതരുത്. ഓക്കെ, ഇത് എഴുതാൻ പാടില്ല. ഇവിടെ എഴുതരുത്. പ്രൈമറി ഡാറ്റയിൽ PFAM, കാത്ത്, ഓൾ, പബ്മെഡ് എന്നിങ്ങനെ 1 ബൈ 1 ആയിട്ട് 2 മാർക്കിൻ്റെ കണ്ടൻറ്റ് ഈച്ച് ആയിട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾ സിലബസുമായിട്ട് കണക്റ്റഡ് ആയിട്ട് കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. പ്രോസൈറ്റ് നമുക്ക് ഇവിടെ തന്നെ പഠിച്ചാൽ മതി. സെക്കൻഡറി ഡാറ്റേൻ്റെ കൂടെ നിങ്ങൾ എഴുതിയാൽ മതി. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ വി ആർ ജസ്റ്റ് മൂവിങ് ഇൻ ടു സ്പെഷ്യൽ ഡാറ്റാബേസ്. ദ ഫസ്റ്റ് വൺ ദാറ്റ് ഈസ് PFAM. ഓക്കെ, അപ്പം സ്പെഷ്യൽ ഡാറ്റാബേസിൽ PFAM എന്ന് പറയുന്നത് നമ്മൾ മാർക്ക് ചെയ്യേണ്ട പോർഷൻസ് ഇതാണ്. ഒന്ന്, the PFAM database is a widely used resource for classifying protein sequences into families and domain. ഒരു പെർട്ടിക്കുലർ പ്രോട്ടീൻ സീക്വൻസ് you can just classify into a particular protein family and you can classify it into different protein domains. അപ്പോൾ ആ ക്ലാസിഫിക്കേഷന് സഹായിക്കുന്ന ഡാറ്റാബേസ് ആണ് എന്ത് PFAM എന്ന് പറയുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള പ്രോട്ടീൻ സീക്വൻസ് ഏത് ഫാമിലി ഓഫ് പ്രോട്ടീനിൽ വരുന്നതാണ് അല്ലെങ്കിൽ ഏത് ഡൊമൈൻ ഓഫ് പ്രോട്ടീൻസിൽ വരുന്നതാണ് എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ആ ഒരു ഡാറ്റാബേസിനെയാണ് നമ്മൾ PFAM എന്ന് പറയുക. പ്രോട്ടീൻ ഫാമിലി എന്ന് പറയുന്ന ഒരു ഫുൾ ഫോമോ ഷോർട്ട് ഫോമാണ് PFAM എന്ന് പറയുന്നത്. അടുത്ത സെൻറ്റൻസ് നിങ്ങൾ എഴുതേണ്ട ഇത്രയേ ഉള്ളൂ. അടുത്ത പാരഗ്രാഫിലേക്ക് പോവുക. അതിൻ്റെ ഇടയ്ക്കുള്ള കണ്ടന്റ് ഒന്നും നിങ്ങൾ കാര്യമായിട്ട് നോക്കണ്ട. PFAM is a database of protein families and domains that is widely used to analyze novel genomes, metagenomes, and to guide experimental work on particular proteins and systems. Each PFAM family has a seed alignment that contains a representative sets of sequences for the entry. നിങ്ങൾ എടുക്കുന്ന ഡെപ്പോസിറ്റ് ആ പ്രോട്ടീൻ എന്ത് ചെയ്യുന്നു? സോ there will be matched with other proteins. അതിൻ്റെ ബേസിലാണ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ വരിക. അതാണ് ഈ സെൻറ്റൻസ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽസിലേക്ക് ഡിസ്ക്രൈബ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് പോസിബിൾ ബിക്കോസ് യു ജസ്റ്റ് നീഡ് ദ 2 മാർക്ക് കണ്ടന്റ്. ഡിസ്ക്രൈബ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഈ PFAMൻ്റെ സൈറ്റിൽ പോയിട്ട് ഈ സൈറ്റിൽ പോയി നിങ്ങൾ അത് കാണിച്ചു തരണം. അതിന് മാത്രമുള്ള ഒരു സമയം നമുക്ക് അവൈലബിൾ അല്ല ആസ് പെർ സിലബസ്. സോ അതുകൊണ്ട് നിങ്ങൾ ഇത് അങ്ങ് പഠിക്കാന്നേ ഉള്ളൂ, വേറൊന്നുമില്ല. ഓക്കെ, സോ PFAMൻ്റെ കേസിൽ നിങ്ങൾ പഠിക്കേണ്ട പോർഷൻസ് അത് മാത്രമാണ്. നൗ വി ആർ ജസ്റ്റ് മൂവിങ് ഇൻ ടു ദി നെക്സ്റ്റ് വൺ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നിങ്ങൾ സിലബസ് പ്രകാരം എടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് കാത്ത്. ഓക്കെ, സോ ലെറ്റ് us see. ദ കാത്ത് എന്ന് പറയുന്നത് യു ഹാവ് ടു മാർക്ക് ലൈക്ക് ദിസ്. The Kath database provides hierarchical classification of protein domains based on their folding patterns. Domains are obtained from protein structures deposited in protein data bank, and both domain identification and subsequent classification use manual as well as automated procedure. So നിങ്ങളുടെ കയ്യിലുള്ള പ്രോട്ടീൻ്റെ കുറച്ച് പ്രോട്ടീൻസ് യു ആർ ജസ്റ്റ് deriving protein sequences from the database and you have to hierarchically arrange it. അപ്പോൾ ആ ഹൈറാർക്കിയൽ അറേഞ്ച്മെൻറ്റിന്, അതായത് ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കുന്ന ഒരു ടൂൾ ഡാറ്റാബേസും കൂടിയാണ് എന്ത് കാത്ത് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ക്യാൻ ബി മാനുവലി ഓർ ഇറ്റ് ക്യാൻ ബി ഓട്ടോമേറ്റഡ് പ്രൊസീജിയർ ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദി അറേഞ്ച്മെൻറ്റ് ഓഫ് പ്രോട്ടീൻസ് ഇൻ ടു ഹൈറാർക്കിയൽ ഓർഡർ. അടുത്ത സെൻറ്റൻസ് നിങ്ങൾ എഴുതുന്നുണ്ട്. The cat protein structure classification database provide information on the evolutionary relationship of protein domains. നമ്മൾ ഇത് ചെയ്തപ്പോൾ, നമ്മൾ പ്രാക്ടിക്കലി ചെയ്തപ്പോൾ ഫൈലോജനറ്റിക് ട്രീ ഡെവലപ്പ് ചെയ്തതുപോലെ, ജീൻ സീക്വൻസിൽ നിന്ന് ഫൈലോജനറ്റിക് ട്രീ ഡെവലപ്പ് ചെയ്തതുപോലെ യു ക്യാൻ ജസ്റ്റ് സീ ഹൗ the different proteins that you have is evolutionarily linked. അത് നമുക്ക് എന്തുകൊണ്ട്
കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും, ദ കാറ്റ് കൊണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ കയ്യിൽ 5 പ്രോട്ടീൻ ഉണ്ട്, അതിൻ്റെ ഹൈറാർക്കിയൽ ഓർഡർ നിങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ദ സെയിം ടൂൾ യു ക്യാൻ യൂസ് ഇറ്റ് ഫോർ ഹൗ ദീസ് പ്രോട്ടീൻസ് ആർ എവല്യൂഷണറി ലിങ്ക്ഡ്. അതാണ് പറയുന്നത്. ഓക്കെ, ഈ കാത്ത് എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസ് ഉള്ള ഒരു ഡാറ്റാബേസ് അല്ല, മറിച്ച് ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് അതർ പ്രൈമറി ഡാറ്റാബേസസ്. ഫോർ കാത്ത് ഷെയർസ്, അടുത്ത സെൻറ്റൻസ് എഴുതേണ്ടതാണ്, കാത്ത് ഷെയർസ് മെനി ബ്രോഡ് ഫീച്ചേഴ്സ് with 4 major publicly available primary sources: Swissprot, PIR, GeneBank and NRL3D. ഇത്രയും കണ്ടന്റ് മതി നിങ്ങൾ കാത്തിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നൗ ദ നെക്സ്റ്റ് വൺ ഈസ് ദി ഓൾ. ഓൾ എന്ന് പറയുന്നത് ഒരു ജാവ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ടൂളാണ് ഓൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ കൃത്യമായ ഡെഫിനിഷൻ നിങ്ങളുടെ ബുക്കിലില്ല, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഓളിൻ്റെ ഡെഫിനിഷൻ ഞാനിവിടെ കൊടുത്തേക്കുന്ന ഡെഫിനിഷൻ നിങ്ങൾ എഴുതുക. ഓൾ ഈസ് എ ജാവ ലൈബ്രറി ആൻഡ് എ സെറ്റ് ഓഫ് കമാൻഡ് ലൈൻ ടൂൾസ് ഫോർ ദ അനാലിസിസ് ഓഫ് ബയോളജിക്കൽ മാക്രോമോളിക്യൂൾസ്. അത് പ്യുവർ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ടേംസാണ് നിങ്ങളിവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റുക. അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ബൈ ഹാർട്ട് പഠിക്കുക എക്സാമിന് എഴുതാൻ വേണ്ടിയിട്ട്, വേറെ നമുക്കൊരു ചോയ്സ് ഇല്ല. ഓക്കെ, ഇത് നിങ്ങൾ ബയോ ഇൻഫർമാറ്റിക്സ് ഒരു മെയിൻ ആയിട്ട് വരുമ്പോൾ യു ഹാവ് ടു എക്സ്പീരിയൻസ് ഇറ്റ് ത്രൂ പ്രാക്ടിക്കൽ. ബട്ട് ഇവിടെ നമുക്ക് അങ്ങനെ ഒരു സാധനമല്ല, നിങ്ങൾക്കൊരു ജസ്റ്റ് അവെയർനെസ് പോലെ മാത്രമേ നിങ്ങളെ സിലബസിൽ ഈ കണ്ടന്റ് കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ജസ്റ്റ് ഇത് പഠിക്കുക എന്നുള്ളത് മാത്രമാണ്. ഇപ്പോൾ ജാവ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടൂള്, ഓക്കെ, ഫോർ അനലൈസിങ് ദി ബയോളജിക്കൽ മാക്രോമോളിക്യൂൾ, അത്ര മാത്രം നിങ്ങൾ ഓളിനെ പഠിക്കുക. ഇറ്റ് പ്രൊവൈഡ്സ് ഫങ്ഷനാലിറ്റി ഫോർ അനലൈസിങ് പ്രോട്ടീൻ സീക്വൻസസ് ആൻഡ് സ്ട്രക്ചേഴ്സ് യൂസിങ് ബിൽറ്റ് ഇൻ അൽഗോരിതംസ്. നമുക്കറിയാം അൽഗോരിതം എന്ന് പറയുന്നത് ഇവിടെ കമ്പ്യൂട്ടർ പ്രോഗ്രാം, നമ്മൾ കമ്പ്യൂട്ടറിന് കൊടുക്കുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ടല്ലോ, അതാണ്. ആൻഡ് ഇൻ്റർഫേസസ് ടു എക്സ്റ്റേണൽ ടൂൾസ്. Particular emphasis is put on the analysis of protein as contact graph. ഇങ്ങനെ എഴുതിയതിന് ശേഷം, ഓക്കെ, ഈ ഡെഫിനിഷൻ കൊടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇറ്റ്സ് നോൺ റിഡൻഡൻറ്റ് സ്റ്റാറ്റസ് റെൻഡേഴ്സ് ഓൾ highly compact and therefore efficient for use in sequence comparisons, etc. ഓക്കെ, എന്നിട്ട് നമ്മൾ നേരത്തെ റിപ്പീറ്റ് ചെയ്ത കാത്തിൻ്റെ കേസിൽ റിപ്പീറ്റ് ചെയ്തതുപോലെ എന്ത് ചെയ്യുക, ഇറ്റ്സ് ഓൾസോ അസോസിയേറ്റഡ് വിത്ത് അതർ ഡാറ്റാബേസസ്. അത് ഏതൊക്കെയാണെന്നുള്ള മെൻഷൻ ചെയ്താൽ മാത്രം മതി. അതാണ് നമ്മൾ അടുത്ത സെൻറ്റൻസിൽ മാർക്കേണ്ടത്. ഓൾ ഈസ് എ നോൺ റിഡൻഡൻറ്റ് കോമ്പോസിറ്റ് ഓഫ് 4 പബ്ലിക്കലി അവൈലബിൾ പ്രൈമറി സോഴ്സസ്: Swissprot, PIR123, GeneBank and NRL3D. That's it. അപ്പോൾ നിങ്ങൾ ഓൾ എഴുതേണ്ടത് ഡെഫിനിഷൻ ഞാനിവിടെ കൊടുത്തേക്കുന്ന ഡെഫിനിഷനാണ് ആദ്യം എഴുതേണ്ടത്. ഓക്കെ, ഞാൻ സൂം ചെയ്തിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് സൂം ചെയ്ത് വെച്ചേക്കുന്നത് ഞാൻ. അപ്പം ആ ഡെഫിനിഷനാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. ആ ഡെഫിനിഷൻ എഴുതിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഈ സെൻറ്റൻസ് എഴുതുക. അതിനുശേഷം ഈ സെൻറ്റൻസ് നമുക്കിവിടെ കഴിഞ്ഞാൽ ദ ഓൾ ഈസ് കംപ്ലീറ്റ്. ഓക്കെ, സോ ഓൾ കഴിഞ്ഞാൽ അടുത്ത ആൾ എന്ന് പറയുന്നത് പബ്മെഡ് ആണ്. ഓക്കെ, പബ്മെഡ് എന്ന് പറയുന്നത് ഒരു റെഫറൻസ് ഡാറ്റാബേസ് ആണ്, ബിബ്ലിയോഗ്രാഫിക് ഡാറ്റാബേസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെഡിക്കൽ അല്ലെങ്കിൽ ലൈസൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ഗ്യാദർ ചെയ്തേക്കുന്ന ഒരു ഡാറ്റാബേസ്. ഓക്കെ, അപ്പോൾ റെഫറൻസ് ഡാറ്റാബേസ് അല്ലെങ്കിൽ ബിബ്ലിയോഗ്രാഫിക് ഡാറ്റാബേസ് ആണ് ശരിക്കും പറഞ്ഞാൽ പബ്മെഡ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ പ്രോട്ടീൻ സീക്വൻസോ ന്യൂക്ലിക് ആസിഡ് സീക്വൻസോ അല്ലെങ്കിൽ പ്രോട്ടീൻ്റെ സ്ട്രക്ചറോ ന്യൂക്ലിക് ആസിഡിൻ്റെ ഡൊമൈൻസോ അതൊന്നും മെൻഷൻ ചെയ്യുന്നതല്ല, മറിച്ച് ഈ പറയുന്ന മെഡിക്കൽ കണ്ടീഷൻസോ അല്ലെങ്കിൽ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ലൈഫ് സയൻസ് പ്യൂർലി മോളിക്കുലർ ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ഒന്നിച്ച് ഗ്യാദർ ചെയ്തേക്കുന്ന ഒരു പ്ലേസ്, അതാണ് പബ്മെഡ് ഡാറ്റാബേസ് എന്ന് പറയുന്നത്. ഓക്കെ, so let us see the definition. The PubMed is a free search engine accessing primarily the Medline database of reference and abstracts in life sciences and biomedical topics. ഇത് എഴുതിയിട്ട് എന്താണ് മെഡ്ലൈൻ എന്നുള്ളത് നിങ്ങൾ മെൻഷൻ ചെയ്യുക. സോ യു ക്യാൻ സീ ഇറ്റ് ഹിയർ. ഓക്കെ, മെഡ്ലൈൻ എന്നുള്ളത് ഇപ്പോൾ ഇവിടെ ഞാനത് ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ നിങ്ങൾക്ക് കാണാം Medline is a bibliographic database of life sciences and biomedical information എന്നുള്ളത് അടുത്ത സെൻറ്റൻസ് ആയിട്ട് എഴുതാം. ഓക്കെ, സോ ഈ സെൻറ്റൻസ് എഴുതിയിട്ട് മെഡ്ലൈൻ എന്താണെന്നുള്ളത് അടുത്ത സെൻറ്റൻസിൽ എഴുതുക. ഓക്കെ, നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി, ഞാൻ ഇവിടെ കാണുന്ന നോട്ട് ഒന്ന് എഴുതിയെടുത്താൽ മതി. നൗ അടുത്ത സെൻറ്റൻസ് നിങ്ങൾ എഴുതേണ്ടത് ദ പബ്മെഡ് സിസ്റ്റം വാസ് ഓഫേർഡ് ഫ്രീ ടു ദി പബ്ലിക്. Okay, the PubMed system was offered free to the public
PubMed has information about the journal articles, and currently over 24 million journal articles published in around 5,600 journals in 30 languages dating back to 1946. So ഇതിൽ എന്തുണ്ട് 1946 തൊട്ട് ഈ പറയുന്ന ഇപ്പം മെഡിസിൻ, ഡെന്റിസ്ട്രി, അതായത് മെഡിസിൻ ആയിട്ട് ബന്ധപ്പെട്ട മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട നഴ്സിംഗ്, ഡെന്റിസ്ട്രി, വെറ്റിനറി മെഡിസിൻ, ഹെൽത്ത് കെയർ സിസ്റ്റം എക്സെട്ര ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള around 24 million journal articles that is being published in around 5,600 journals and in 30 different languages. അത്രയും ഡാറ്റ റെഫറൻസ് ആർട്ടിക്കിൾ അല്ലെങ്കിൽ ജേണൽ ആർട്ടിക്കിൾസ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ഒരു ഡാറ്റാ ബേസ് ആണ് പബ്മെഡ് എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് അബൌട്ട് സ്പെഷ്യൽ ഡാറ്റാ ബേസസ്. ഓക്കെ, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, സ്പെഷ്യൽ ഡാറ്റാ ബേസസിൽ പ്രോസൈറ്റ് എന്നുള്ളത് നിങ്ങളത് കട്ട് ചെയ്യുക, അത് സെക്കൻഡറി ഡാറ്റാബേസിൻ്റെ കൂടെ പഠിച്ചാൽ മതി. പി ഫാം, കാത്ത്, ഓൾ, പബ്മെഡ് ഇത് ഇൻഡിവിജ്വലി 2 മാർക്കിനെ പഠിച്ചു വെക്കുക. ഇത് ഇൻഡിവിജ്വലി ആണ് ചോദിക്കുക. ഓക്കെ, കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു. ഇത് ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ എക്സ്ട്രാ കണ്ടന്റ് പറഞ്ഞേക്കാം, അതുപോലെ ടെക്സ്റ്റ് ബുക്കിൽ എഴുതി വെക്കുക, എന്നാലും നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ അടുത്ത കണ്ടന്റ് എന്ന് പറയുന്നത് സെക്കൻഡറി ഡാറ്റാബേസ് ആണ്. സോ വി ക്യാൻ സീ ദ സെക്കൻഡറി ഡാറ്റാബേസ് ഇൻ ദി നെക്സ്റ്റ് വീഡിയോ.